ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമാണ് ചക്കക്കുരു പായസം കുടിക്കണമെന്നുള്ളത്. എന്നാലോ ചക്ക കിട്ടാത്തതുകൊണ്ട് ചക്കക്കുരു കിട്ടാത്തതുകൊണ്ടൊക്കെ ആ ആഗ്രഹം അങ്ങനെ നീണ്ടുപോയി. പലരും ഈ ഒരു പായസം ആക്കിയിട്ടുണ്ടാവും, കുടിച്ചിട്ടും ഉണ്ടാവും. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ആ വീഡിയോ നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. 30 ചക്കക്കുരു കുക്കറിലിട്ടിട്ട് 6 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ചൂട് നന്നായിട്ട് മാറിയാൽ മിക്സിയുടെ ജാറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി 250 ഗ്രാം വെല്ലം അല്ലെങ്കിൽ ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കുക. ഇതിന് ഈ ഒരു ചക്കക്കുരു അരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുക. അടുപ്പിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ഫ്ലെയിം അല്പം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, കൈവിടാതെ ഇളക്കി കൊടുത്താൽ മതി. കാരണം പെട്ടെന്ന് തന്നെ വറ്റിച്ചെടുക്കുക. കാരണം ചക്കക്കുരു നമുക്ക് വെന്ത് കിട്ടാനൊന്നുമില്ല, ഓൾറെഡി നമ്മളത് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വറ്റി വന്നാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 2 കപ്പ് അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ ഏലക്കായ് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിൽ അല്പം നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കൂടെ ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുത്തിട്ട് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല അടിപൊളി ചക്കക്കുരു പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.